ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫെബ്രുവരി 10th പോയ ട്രിപ്പായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വയനാട്ടിലുള്ള ഒരു വ്ളോഗാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ എൻ്റെ ഫെബ്രുവരി 9th എൻ്റെ ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. സോ നമ്മളിങ്ങനെ കുറേ ആയി നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമെന്ന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കാലിക്കറ്റും ഹസ്ബൻഡ് ട്രിവാൻഡ്രത്താണ്. അപ്പം എനിക്ക് ഇവിടെ നിന്ന് നമുക്ക് പോകാൻ എളുപ്പം വെച്ചിട്ടായിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് പോയത്. അപ്പം ഹസ്ബൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക ചെയ്തത്. അങ്ങനെ നമ്മൾ ഫെബ്രുവരി 10th നമ്മൾ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വയനാട്ടിലുള്ള വൈത്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുള്ള സ്ട്രീം വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെബ്രുവരി 10th വയനാട്ടിലേക്ക് പോയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും നല്ല മുട്ടൻ പണിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ബസ് ത്രൂ ആയിരുന്നു നമ്മൾ വയനാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വയനാട് ചുരത്തിന് മുകളിൽ വെച്ചിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. കാരണം 2 ലോറി തമ്മിൽ ആക്സിഡൻറ്റ് എന്തോ ആയി ഏറ്റവും ടോപ്പിൽ വെച്ചിട്ട് ഹെയർ പിന്നിൽ വെച്ചിട്ട്. അപ്പം ആ ഒരു ലോറി മാറ്റാതെ ബാക്കി വണ്ടികളൊന്നും പോകില്ല. അപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ വയനാട് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ റിസോർട്ടിൻ്റെ ആ ഒരു എൻട്രൻസിൽ ഫുള്ളും ഈ ഒരു ചെടി വെച്ചിട്ടാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്ത് ചെടിയാണെന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഒരു പോർഷനിൽ അധികവും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുള്ള ചെടികളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മൾ റിസോർട്ടിനകത്തേക്ക് പോകുന്തോറും അവിടെയൊക്കെ ഫുൾ അവർ ഗാർഡൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണിക്കൊന്ന പോലെ ഇരിക്കുന്ന എന്തോ ഒരു ചെടിയാണ്, എനിക്ക് പേരൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അധികവും അവരവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടുതലും എനിക്കല്ല, എൻ്റെ സിസ്റ്റർക്കും എൻ്റെ ചേച്ചിക്കും പിന്നെ അതേപോലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അമ്മയ്ക്കൊക്കെയാണ് ഈ ഒരു ചെടിയുടെ ക്രേസ് ഉള്ളത്. എനിക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമാണെങ്കിലും എനിക്കതിനെക്കുറിച്ച് വലിയ നോളജും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെടികളുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ചേച്ചി ആയിരുന്നെങ്കിൽ ഇന്ന ചെടിക്ക് ഇന്ന പേരാണ്, ഇത് ഇന്ന ചെടിയാണെന്നുള്ളതൊക്കെ പുള്ളിക്കാരത്തേക്ക് അറിയാൻ പറ്റും, എനിക്കറിയില്ല. അങ്ങനെ അത്യാവശ്യം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇതേപോലെ അവർ ഫുള്ള് ഗ്രാസും ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പടി ഇറങ്ങി പോകുന്ന ഇവിടെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഊഞ്ഞാല അതേപോലെ തന്നെ ബെഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ താഴേക്ക്. അപ്പോൾ ഇനിയും താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് അവരെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഇടയിലൂടെ വേണം കേട്ടോ നമ്മുടെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എന്തൊക്കെയോ ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ടീ പ്ലാന്റേഷൻ്റെ നടുക്ക് കൂടെ വേണം നമ്മുടെ റൂമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. റൂമിൻ്റെ ഒരു എന്ന് വെച്ചാൽ അത് ഫുൾ കമ്പിയാണ് കേട്ടോ, കമ്പിയല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ബാൽക്കണി നമ്മുടെ റൂമിൻ്റെ ആ ഒരു ബാൽക്കണിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിലുള്ള ആ ഒരു ടീ പ്ലാന്റേഷൻ നമുക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ആ ഒരു എൻഡ് പോർഷനിൽ വരുന്നത് പാറയും അതേപോലെ തന്നെ അരുവിയോ അങ്ങനെ എന്തോ വെള്ളമൊക്കെ ഒഴുകുന്ന ഒരു സംഭവമാണ് വന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് നല്ല വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ റൂമിൻ്റെ അകം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന ഈ ഒരു റൂമില്ലേ, സൈഡിലായിട്ട് ബെഡ് ഇട്ടിട്ടുണ്ട്. ഷെൽഫും കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് സേഫായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. സൈഡിലായിട്ട് ടി വി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിററുണ്ട്. പിന്നെ കൂടാതെ നമുക്കിപ്പോൾ രാവിലെയൊക്കെ നമുക്ക് ബ്ലാക്ക് ടീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സൗകര്യം നമുക്ക് കെറ്റിൽ, ഷുഗർ, പ്ലേറ്റ്, കോഫി കപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. അതിനായിട്ടുള്ള സിങ്കും കാര്യങ്ങളാണ് പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് ഇത് ബാത്റൂം.
ബാത്റൂമും അത്യാവശ്യം നല്ല നീറ്റും ക്ലീനും ഒക്കെ ആയിരുന്നു, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ലഗേജൊക്കെ വെച്ച് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വിചാരിച്ചു നമ്മൾ ജസ്റ്റ് ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ റിസോർട്ടിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്രീവിയസ്ലി നമ്മൾ പ്ലാൻ ചെയ്തത് നേരത്തെ ഇറങ്ങി നമ്മൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ റിസോർട്ട് കയറാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള പ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റിസോർട്ടിലുള്ള റിസപ്ഷനിലുള്ള ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ സമയമാകുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളും ക്ലോസ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ്റെ ലൂടെ ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് ഇതേപോലെ മുള വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പാകത്തിന് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് 2 ഊഞ്ഞാലയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഈ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു അവർ സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ എന്തോ ചാരം പോലെ അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഊഹിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മുള ആ ഒരു സംഭവത്തിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ആ ഒരു നേച്ചറും കാര്യങ്ങളും ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു പാകത്തിനാണ് അവരവിടെ സീറ്റിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ഒക്കെ ആയിരുന്നു നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ ആ ഒരു ഈ ഊഞ്ഞാലേൻ്റെ സൈഡിലൂടെ നമുക്കൊരു ഒരു കുഞ്ഞൊരു വഴിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോണ വഴിക്ക് ഇതെന്തോ കാപ്പിയുടെ ചെടിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഷുവറൊന്നുമല്ല. മുളയുടെ ഒരു മുള വെച്ചിട്ടുള്ള ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സൈഡിൽ. അത്യാവശ്യം ഒരു എന്താ പറയുക കാട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ കൂടെ. അപ്പം നമ്മൾ വിചാരിച്ചത് ആ ഒരു വഴിയിലൂടെ നമ്മൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും എന്നായിരുന്നു വിചാരിച്ചിട്ട് നമ്മൾ ആ വഴി കൂടെ നമ്മൾ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ പോയി നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കതിലൂടെ ഇറങ്ങാൻ പോസിബിൾ അല്ല. കാരണം കുറച്ച് ഹൈറ്റുണ്ട്, പിന്നെ അവിടെയൊക്കെ കാട് പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള വെള്ളമൊന്നുമല്ല. കണ്ടില്ലേ, കുറച്ച് സ്ഥലത്ത് വെള്ളമേ ഇല്ല, അങ്ങനെയാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര നാരോ ആയിട്ടുള്ള വെള്ളത്തിൻ്റെ ആ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇപ്പുറത്ത് കൂടെയാണ് നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള സൗകര്യമുള്ളത്. അതായത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ സ്റ്റെപ്പ് പോലെ അവർ ചാക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം അത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമൊന്നുമല്ല, വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ ഓപ്പോസിറ്റ് കാണുന്നത് മുളയാണ് കേട്ടോ. ഫുള്ള് മുള ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. കുറേ മരങ്ങളുണ്ട്, അതേപോലെ തന്നെ ടീ പ്ലാന്റേഷൻ, അതിൻ്റെ നടുക്കാണ് നമ്മൾ റിസോർട്ട് വരുന്നത്. അപ്പോൾ ഉള്ള വ്യൂ കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറേ സംസാരിച്ചു. പിന്നെ നമ്മൾ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ റിസോർട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ വീഡിയോസ് അപ്ലോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്